നിങ്ങളുടെ നാളും പേരും നിങ്ങളുടെ കമന്റ് ബോക്സിലേക്ക് ഇട്ട് തരണം. തുടർന്ന് ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. 2025 ജൂലൈ മാസം 20-ാം തീയതി മുതൽ 27-ാം തീയതി വരെയുള്ള ആഴ്ചഫലത്തിന്റെ ഫലമാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള 28 നക്ഷത്രങ്ങളുടെ ആഴ്ചഫലമാണ് നമ്മളിവിടെ വിചിന്തനം ചെയ്യുന്നത്. ആദ്യമായിട്ട് അശ്വതി നക്ഷത്രത്തിന്റെ ഭാഗങ്ങൾ നമുക്ക് ചിന്തിച്ചു നോക്കാം. അധ്വാന ഭാരത്താൽ അവധിയെടുക്കാൻ ഇടയാകും. അവിചാരിതമായ ചെലവുകൾ നിയന്ത്രിക്കാൻ മറക്കരുത്. ആത്മഭാവത്താൽ ചീത്തപ്പേരുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഭരണി കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പട്ടണത്തിലേക്ക് താമസം മാറ്റാൻ ഇടയാകും. പുതിയ കരാർ ജോലികൾ ഏറ്റെടുക്കുവാൻ ഇടവരും. ജീവിത പങ്കാളിയുടെ സാന്ത്വന വചനത്താൽ സമാധാനത്തിന് ഇടം ഒരുക്കും. കാർത്തിക അർഹമായ അംഗീകാരത്തിന് കാലതാമസം ഉണ്ടാകാൻ ഇടയുണ്ട്. മേലധികാരികൾക്ക് തൃപ്തിയാവും വിധത്തിൽ പദ്ധതി സമർപ്പിക്കുവാൻ സാധിക്കും. മുൻകോപം നിയന്ത്രിക്കാൻ മറക്കരുത്. രോഹിണി വാതരോഗ പീഡകൾ വർദ്ധിക്കാൻ ഇടവരും. ഊഹക്കച്ചവടത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയാകാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തക സഹകരണത്താൽ പുതിയ സംരംഭങ്ങൾ പുനരാരംഭിക്കും. അവഗണിക്കപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നതിനാൽ ആശ്വാസം തോന്നാൻ ഇടയാകും. മകയിരം വ്യാപാര വ്യവസായ മേഖലകളിൽ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുവാൻ വിദഗ്ധരുടെ ഉപദേശം തേടും. ഉദ്യോഗം നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ ജോലി രാജിവെക്കാൻ ഇടവരും. അവസരോചിതമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനാൽ പല അനിഷ്ടങ്ങളും ഒഴിഞ്ഞു പോകാൻ ഇടയാകും. തിരുവാതിര പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കാൻ ഇടയാകും. മകളുടെ വിവാഹാവശ്യത്തിനായി ദൂരയാത്ര വേണ്ടിവരും. പാരമ്പര്യ പ്രവർത്തനങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. പുണർവം കുടുംബ സുഹൃത്തിനും പ്രത്യുപകാരം ചെയ്യുവാൻ അവസരമുണ്ടാകും. ദൂരദേശത്തേക്ക് ഉദ്യോഗ മാറ്റമുണ്ടാകയാൽ താൽക്കാലിക അവധിക്ക് അപേക്ഷിക്കും. അനുഭവജ്ഞരുടെ നിർദ്ദേശത്താൽ സ്വന്തമായ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കാനിടയാകും. പൂയം സൗന്ദര്യ വസ്തുക്കൾക്കായി അധിക ചെലവ് അനുഭവപ്പെടും. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കാൻ ഇടവരും. പല രീതിയിലുള്ള രോഗപീഠകൾ വന്ന് ഭവിക്കും. ആയില്യം പരീക്ഷണങ്ങളിൽ വിജയവും അംഗീകാരവും ഉണ്ടാകും. മാതാപിതാക്കൾക്ക്
അഭ്യുന്നതി ഉണ്ടാകും. ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാൻ ഇടയാകും. മകം പഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിനുള്ള പ്രവേശനം ലഭിക്കും. പൂർവ്വ സ്വത്തിൽ ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കും. സഹോദരന്റെ നിർബന്ധത്താൽ പൂർവിക സ്വത്തെ ഭാഗം വയ്ക്കുവാൻ തീരുമാനിക്കും. പൂരം ഗ്രഹനിർമ്മാണത്തിനുള്ള ഭൂമി വാങ്ങും. ഉദരരോഗ പീഡകൾ വർദ്ധിക്കും. സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പിലും വിജയിക്കുവാൻ ഇടവരും. നിലവിലുള്ളതിനേക്കാൾ വിസ്തൃതിയുള്ള ഗ്രഹം വാങ്ങുവാൻ തീരുമാനിക്കും. ഉത്രം സമുദായത്തിൽ സ്ഥാനമാനങ്ങളും ആദരവും ലഭിക്കും. കുടുംബ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുവാൻ ഇടവരും. ഊഹക്കച്ചവടത്തിൽ നഷ്ടവും സംഭവിക്കാൻ ഇടയാകും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പരാജയപ്പെടും. അപ്രതീക്ഷിതമായി വിദേശ ഉദ്യോഗം നഷ്ടപ്പെടും. ഉന്നതരുമായി സൗഹൃദബന്ധം പുലർത്തുന്നതിനാൽ പുതിയ ഉദ്യോഗം ലഭിക്കാൻ ഇടയാകും. കുടുംബത്തിൽ ഐക്യതയും കലാകാരന്മാർക്ക് അംഗീകാരവും അധിക ചെലവും അനുഭവപ്പെടും. ഭൂമി കച്ചവടത്തിൽ പണം മുടക്കുവാൻ തീരുമാനിക്കും. മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കും. ചോതി സാമ്പത്തികാഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും ചെലവുകൾ നിയന്ത്രിക്കണം. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുവാൻ ഇടയാകും. വിശാഖം കടം കൊടുത്ത പണം തിരികെ ലഭിക്കും. തൃപ്തിയായ ഭൂമി വാങ്ങുവാൻ സാധിക്കും. അനിഴം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക തുടങ്ങിയവ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരും. പുതിയ കൃഷി സംരംഭം ആവർത്തിക്കുന്നതിനാൽ പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് ഉണ്ടാകാൻ ഇടവരും. തൃക്കേട്ട സന്താനങ്ങളുടെ ഉപരിപഠനത്തിനായി പണച്ചെലവ് അനുഭവപ്പെടും. പുതിയ ഉദ്യോഗത്തിൽ പ്രവേശനം ലഭിക്കും. പിതാവിന് ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാകും. മൂലം കുടുംബാംഗങ്ങളോടൊപ്പം പുണ്യതീർത്ഥ യാത്ര പുറപ്പെടും. ധർമ്മസ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും സാമ്പത്തിക സഹായം ചെയ്യുവാൻ ഇടയാകും. സൗഹൃദ സംഭാഷണങ്ങളിൽ പുതിയ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകും. പൂരാടം സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സാരഥ്യം ഏറ്റെടുക്കും. കുടുംബ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുവാൻ ഇടയാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. നിത്യദാർഢ്യത്തോടു കൂടിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും. മാതാപിതാക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ ഇടവരും. കുടുംബ സംരക്ഷണ ചുമതല ഏറ്റെടുക്കേണ്ടി വരും.
തിരുവോണം. സഹപ്രവർത്തകരിൽ നിന്നും എതിർപ്പുണ്ടാകുമെങ്കിലും ഏറ്റെടുത്ത പ്രവൃത്തികൾ ചെയ്തു തീർക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സ്വന്തമായ വ്യാപാര വ്യവസായങ്ങൾ ഉപേക്ഷിച്ച് ഉദ്യോഗ പ്രവർത്തനത്തിന് സാധ്യത കാണുന്നുണ്ട്. അവിട്ടം. ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങിക്കാൻ ഇടവരും. സമീപവാസികളുടെ ഉപദ്രവത്താൽ മാറി താമസിക്കാനിടയാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും അത്യാവശ്യമാണ്. ചതയം. ഗുരുജനങ്ങളുടെ ആശീർവാദ വചനങ്ങളാൽ ഉപരിപഠനത്തിൽ ചേരുവാൻ തീരുമാനിക്കും. ആരാധനാലയത്തിന് സാമ്പത്തിക സഹായം ചെയ്യും. പുത്രന് വിദേശത്ത് ഉദ്യോഗത്തിന് പ്രവേശനം ലഭിക്കും. പൂരിട്ടാതി. പുതിയ വ്യാപാര വ്യവസായ മേഖലകൾക്ക് തുടക്കം കുറിക്കും. ഉപരി പഠന പ്രവേശന പരീക്ഷയിൽ വിജയം കൈവരിക്കും. നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ വിസ്തൃതിയുള്ള ഗ്രഹം വാങ്ങുവാൻ ഇടവരും. ഉത്തിട്ടാതി. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ ഏറ്റെടുത്ത കരാർ ജോലികൾ നിശ്ചിത സമയത്ത് ചെയ്തു തീർക്കും. വാഹനം മാറ്റി വാങ്ങുവാൻ യോഗമുണ്ട്. സഹോദരങ്ങളുമായി സ്വത്ത് തർക്കത്തിൽ അലോഹ്യം ഉണ്ടാകും. പുതിയ വ്യാപാര വ്യവസായ മേഖലകൾക്ക് തുടക്കം കുറിക്കും. വിശ്വസ്ത സേവനത്തിനും പ്രശസ്തി പത്രം ലഭിക്കും. ശാസ്ത്ര പരീക്ഷണങ്ങളിൽ വിജയവും അംഗീകാരവും ഉണ്ടാകും. ഇതോടുകൂടി ഈ ആഴ്ചത്തെ നക്ഷത്രഫലം ഇവിടെ അവസാനിക്കും. നിങ്ങൾക്ക് നമസ്കാരം.